ഗുഡ് മോർണിംഗ്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തനം നമ്മൾ കേട്ടു. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യൻ്റെ സ്വഭാവമാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്തത് ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഒരു ദൈവത്തിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. കഴിഞ്ഞ പുസ്തകങ്ങളൊക്കെ പറഞ്ഞതാണ്. ദാഹിക്കണം. പരിശുദ്ധാത്മാവ് അങ്ങയുടെ സഹായം കൂടാതെ എനിക്ക് പറ്റത്തില്ല. കാരണം അങ്ങയുടെ അഭിഷേകം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ രക്ഷിക്കപ്പെടുന്ന ശേഷവും എന്നിൽ ഇപ്പോഴും കോപവും വെറുപ്പും വിദ്വേഷവും അസൂയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആസക്തികളുള്ളത്. അപ്പം എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? അതാണ് പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തി ആദ്യം പറഞ്ഞു, എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട്. അത് ഇംഗ്ലീഷ് എന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് റിയലൈസ് ചെയ്യും. ഗലാത്യർ 5:22. But when the Holy Spirit controls our lives, He will produce this kind of fruit in us. ഞാൻ ലിവിങ് ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്. എന്ത് നല്ല ട്രാൻസ്ലേഷനാണ്. നമ്മൾ മലയാളത്തിലും അല്ല മറ്റു ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തനം നമ്മൾ വായിച്ചു. അതിനുശേഷം ആത്മാവിൻ്റെ ഫലമാണ്. നമുക്കിതെല്ലാം അറിയാം. പക്ഷേ ഇത് എപ്പോഴെങ്കിലും നമ്മൾ ഇത് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? വർഷിപ്പ് ചെയ്യാനോ, അന്യഭാഷ സംസാരിക്കാനോ, രോഗികളെ സൗഖ്യമാക്കാനോ? നോ. കർത്താവ് പരിശുദ്ധാത്മാവിൽ തന്നേക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരുവാനായിട്ട്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പിടികിട്ടും. 2, അതാണ് ഞാൻ വായിച്ചത്. ബട്ട് വെൻ ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾസ് അവർ ലൈഫ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. എങ്ങനെയാണ്? പിതാവിനോട് പറയണം, അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറവ് എനിക്ക് ആവശ്യമാണ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൽ ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ചോദിക്കുന്ന ഏവർക്ക് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്ക് തുറന്നു കിട്ടും. ദോഷികളായി നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ ഓർത്തണം, ഒന്ന് ദൈവത്തെ പിതാവായിട്ട് കാണാൻ പറ്റണം. എന്നിട്ട് മനസ്സിലാക്കണം, നമ്മളെക്കാൾ ആഗ്രഹം പിതാവിന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാം. എന്തിനാണ്? അതാ കേട്ടത്. ബട്ട് വെൻ ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾസ് അവർ ലൈഫ്സ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുമെങ്കിൽ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അനുവദിക്കണം. പരിശുദ്ധാത്മാവേ, എനിക്ക് അങ്ങനെ നിറവ് വേണം. എന്നെ നിറച്ചാൽ മാത്രം പോരാ, എന്നെ നിയന്ത്രിക്കുകയും. വെറുതെ അന്യഭാഷയെ കൊണ്ട് ഞാൻ തൃപ്തനാകരുത്, അല്ലെങ്കിൽ പ്രവചനപരം കൊണ്ട് ഞാൻ തൃപ്തനാകരുത്, അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുമ്പം ഒരു പ്രത്യേക അനോയിൻറ്റിങ് കൊണ്ട് ഞാൻ തൃപ്തനാകരുത്. പിന്നെന്താ? എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണം. അപ്പം ബട്ട് വെൻ ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾസ് അവർ ലൈഫ്സ്, ഹീ വിൽ പ്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് ഫ്രൂട്ട് ഇൻ അസ്. എത്ര മനോഹരമായ വാക്യം. ഹീ വിൽ പ്രൊഡ്യൂസ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ വിശുദ്ധ ജീവിതം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. പിന്നെ ആരാ? പരിശുദ്ധാത്മാവ്. ഹീ വിൽ പ്രൊഡ്യൂസ്. വളരെ ശ്രദ്ധിച്ചു കേട്ടോണേ. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ ജഡം കൊണ്ട് പറ്റത്തില്ലത്. പല സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരും യഹൂദന്മാരുൾപ്പെടെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്, ദേ ട്രൈ ടു പ്രൊഡ്യൂസ് ഇറ്റ് ഓൺ ദെയർ ഓൺ. അവരുടെ സ്വന്തം ശക്തിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനത നമുക്ക് കാണിച്ചു തന്നു. ഈ ജഡം താഴ്ചയുള്ളത് ബലഹീനമാണ്, ഇതിനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആത്മാവിനെ നിറയുവിൻ. അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തനം മാറിയിട്ട് ഹോളി സ്പിരിറ്റ് but when the Holy Spirit controls our lives, He will produce this kind of fruit in us. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളെ നിറയ്ക്കുകയും നിയന്ത്രിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പം നമ്മൾ അതിന് വേണ്ടി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് ഒരിക്കലും വിശുദ്ധ ജീവിതം പറ്റത്തില്ല. കാരണം ഇപ്പോഴും ഞാൻ പരിശോധിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ കൂടുതൽ നിൽക്കുകയായിരുന്നു. അല്ലേ? ആദ്യത്തെ ലിസ്റ്റിൽ പലതും ഇല്ല. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിന് നിയന്ത്രണം കൊടുത്തിട്ടില്ല. ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താണെന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി അഥവാ തിരിച്ചറിഞ്ഞാൽ പോലും അതിനോട്ട് ആഗ്രഹിച്ചിട്ടില്ല. എന്തിനാണ് അതിനോട്ട് ആഗ്രഹിക്കുന്നത്? കാരണം ഹീ വിൽ പ്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കുള്ള അതിനുള്ള മറുവഴി എന്താ, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താ? ആത്മാവിനെ നിറയുക. ആത്മാവിനെ നിറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്തുവാ? പിന്നെ ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്ര നാൾ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കോപവും ക്രോധവും വെറുപ്പും വിദ്വേഷമല്ല എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടിരുന്നത്, അല്ല അത് എൻ്റെ ജഡത്തിൽ നിന്ന് വന്നിട്ടിരുന്നത്. ആ ജഡത്തിൽ ഇനി നന്മയുണ്ടാവുമോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഉറവ മോശമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ടേ? അത് തരാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനെ നിറയുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും.
He will produce this kind of fruit in us: joy, love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാം. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം എന്ന് പറയുന്നത് ഡിവൈൻ ലവ് കേട്ടോ, ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. പ്യുവർ ലവ്. ആനന്ദം, ജോയ്, നോട്ട് ദ ഹാപ്പിനെസ്, ജോയ്, ദൈവത്തിലുള്ള സന്തോഷം, സന്തോഷിപ്പിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. സമാധാനം, ഓർത്തോളൂ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ എന്താ? പെർഫെക്റ്റ് പീസ്, സകല ബുദ്ധിക്ക് വിധ സമാധാനം. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. എന്ന് പറഞ്ഞാൽ ഹീ വിൽ പ്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് ഫ്രൂട്ട് ഇൻ യു. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ഫലം നമ്മിൽ ഉളവാക്കും. നമ്മിൽ നിന്ന് പുറപ്പെടാൻ അനുവദിക്കും. എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ, ഹൃദയത്തിൻ്റെ തെരുവിൽ നിന്ന് അതരങ്ങൾ സംസാരിക്കുന്നു. ധ്യാനിക്കുക, വചനം വായിച്ച് ധ്യാനിക്കുക. ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയും. കർത്താവിന് എന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ ഈ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് കർത്താവിന് മുമ്പ് നിൽക്കല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. അതേസമയം ഇതൊന്ന് തിരിച്ചറിയും. പരിശുദ്ധാത്മാവ് സഹായിക്കാൻ പറ്റും. കർത്താവ് ധാരാളമായിട്ട്